ഹായ്, വെൽക്കം ടു മെൻഡർ സ്കൂൾ ഓഫ് ഇംഗ്ലീഷ്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മോഡൽസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്സിലറി വെർബ് 24 ഓക്സിലറി വെർബ് കൊണ്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. അതിനകത്ത് പ്രൈമറി ഓക്സിലറീസ്, മോഡൽസ് എന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 24 ആണ്. പ്രൈമറി ഓക്സിലറീസ് 11, മോഡൽസ് 13. ടോട്ടൽ 24 ഓക്സിലറി വെർബ്സ്. അപ്പം നമുക്കിന്ന് ഡീറ്റെയിൽ ആയിട്ട് മോഡൽസ് പഠിക്കാം. ഞാനൊന്ന് പറയാം ഏതാണ്. ക്യാൻ, കുഡ്, വിൽ, വുഡ്, ഷാൾ, ഷുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഡെയർ, നീഡ്, യൂസ് ടു, ought to. 13. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്നും പോസിറ്റീവിലും നെഗറ്റീവിലും, പോസിറ്റീവ് സെൻറ്റൻസ്, നെഗറ്റീവ് സെൻറ്റൻസ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ, ഇതെല്ലാം നമുക്ക് പഠിക്കാം. ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുക, ക്യാൻ യു മേക്ക് എ സെൻറ്റൻസ് ഇൻ ഇംഗ്ലീഷ്? If you can, you say yes, I can. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് പറയും? No, I cannot. ഓക്കെ, അതായത് വിതൗട്ട് മോഡൽസ് ഡെയിലി സ്പീക്കിംഗ് ഈസ് ഇമ്പോസിബിൾ. മോഡൽസ് ഇല്ലാതെ നമ്മുടെ നിത്യേനയുള്ള സ്പീക്കിംഗ് അസാധ്യമാണ്. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെ ഉപയോഗം എന്താണ്, ഓരോന്നും ഏതൊക്കെ സിറ്റുവേഷനിൽ ഉപയോഗിക്കുമെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, കോമൺ ആയിട്ട് മോഡൽ വെർബ്സ് എന്തൊക്കെയാണ് കാണിക്കുന്നത് നമുക്ക് നോക്കാം. എബിലിറ്റി കാണിക്കും, അതായത് കഴിവ്. പോസിബിലിറ്റി, സാധ്യത. പെർമിഷൻ കൊടുക്കാൻ, അനുവാദം കൊടുക്കാൻ. നെസസിറ്റി, ഒരു ആവശ്യകതയെ കാണിക്കാൻ ഉപയോഗിക്കും. ഡ്യൂട്ടി, നമ്മുടെ കടമ. പൊളൈറ്റ്നെസ്, അതായത് വിനീതമായിട്ട് ചോദിക്കാനായിട്ട്. പ്രോബബിലിറ്റി, അത് മേ ഓർ മേ നോട്ട്, ഒരു സാധ്യതയെ കാണിക്കാം. ഇതിവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ദേ ഡോണ്ട് ചേഞ്ച് വിത്ത് സബ്ജക്റ്റ്. സബ്ജക്റ്റുമായിട്ട് അത് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും സെയിം ആയിരിക്കും. സബ്ജക്റ്റിനനുസരിച്ച് മോഡൽസ് മാറില്ല. ഓക്കെ, 13 മോഡൽസ് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ ക്യാൻ. ക്യാൻ എന്തിനെ കാണിക്കാൻ ഉപയോഗിക്കുന്നത്? എബിലിറ്റി, അതായത് ഒരു കഴിവ്. പെർമിഷൻ കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് നന്നായിട്ട് പാടാൻ കഴിയും. എങ്ങനെ പറയും? ഐ ക്യാൻ സിങ് വെൽ. കഴിയില്ലെങ്കിലാണെങ്കിലോ? ഐ ക്യാൻ നോട്ട് സിങ് വെൽ. നിനക്ക് നന്നായിട്ട് പാടാൻ കഴിയുമോ? ക്യാൻ യു സിങ് വെൽ. പാടാൻ കഴിയില്ലേ എന്നാണെങ്കിലോ? can't you sing well. ഓക്കെ, then could. could എന്തിനെയാണ് കാണിക്കുന്നത്? പാസ്റ്റ് എബിലിറ്റി അല്ലെങ്കിൽ പൊളൈറ്റ്നെസ്. നമ്മുടെ പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു കഴിവിനെ കാണിക്കാൻ. പൊളൈറ്റ് ആയിട്ട് കുറച്ചുകൂടെ ചോദിക്കാൻ, കുറച്ചുകൂടെ പൊളൈറ്റ് ആയിട്ട് ക്യാനേക്കാളും കൂടുതൽ ചോദിക്കാൻ ഏത് ഉപയോഗിക്കും? could. I could swim when I was a child. ഒരു കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് നീന്താൻ കഴിയുമായിരുന്നു. പാസ്റ്റ് എബിലിറ്റിയാണ്. ഐ കുഡ് സ്വിം വെൻ ഐ വാസ് എ ചൈൽഡ്. അപ്പോൾ എനിക്ക് അന്നേരം കഴിയില്ലായിരുന്നു. ഐ കുഡിൻ സ്വിം ദെൻ. തിരിച്ചു ചോദിക്കുക, കുഡ് യു സ്വിം ദെൻ. ഓക്കെ, പോസിറ്റീവ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ. തിരിച്ചാണെങ്കിൽ കുഡിൻ യു സ്വിം ദെൻ. നിനക്ക് അന്നേരം കഴിയില്ലായിരുന്നോ? ഓക്കെ, ഇനി മേ. പെർമിഷൻ അല്ലെങ്കിൽ പോസിബിലിറ്റി. യു മേ ലീവ് നൗ. നിനക്കിപ്പോ പോകാം. യു മേ ലീവ് നൗ. നിനക്കിപ്പോ പോകാം. യു മേ നോട്ട് ലീവ് നൗ. നിനക്കിപ്പോ പോകാൻ പറ്റില്ല. മേ കമിൻ. ഞാൻ അകത്തേക്ക് വന്നോട്ടെ. പെർമിഷൻ. മേ കമിൻ. ഓക്കെ, അപ്പൊ പെർമിഷൻ കാണിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്? മേ. കുറച്ചുകൂടെ വീക്ക് പോസിബിലിറ്റി കാണിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്? മൈറ്റ്. മേയേക്കാളും കുറച്ചുകൂടെ പോസിബിലിറ്റി കുറഞ്ഞതാണ് ഇത്? മൈറ്റ്. ഇന്ന് രാത്രി മഴ പെയ്തേക്കാം. എങ്ങനെ പറയും നമ്മള്? സാധ്യതയില്ല, അതായത് കുറച്ച് പോസിബിലിറ്റിയേ ഉള്ളൂ. അപ്പൊ എങ്ങനെ പറയും? ഇറ്റ് മൈറ്റ് റെയിൻ ടുനൈറ്റ്. ഇറ്റ് മൈറ്റ് റെയിൻ ടുനൈറ്റ്. അല്ലെങ്കിൽ ഇറ്റ് മൈറ്റ് നോട്ട് റെയിൻ ടുനൈറ്റ്. തിരിച്ച ക്വസ്റ്റ്യൻ ആണെങ്കിലോ? മൈറ്റ് ഇറ്റ് റെയിൻ ടുനൈറ്റ്. ഓക്കെ, ദെൻ ഷാൾ. ഫോർമൽ ആയിട്ട് ചോദിക്കാൻ അല്ലെങ്കിൽ ഓഫേഴ്സ് ഒക്കെ കാണിക്കാൻ കൊടുക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഷാൾ. വി ഷാൾ ഓവർകം. എനിക്ക് കേട്ടിട്ടുണ്ടാവണം. വി ഷാൾ ഓവർകം. നമുക്ക് ഇതെല്ലാം തരണം ചെയ്യാം. വി വിൽ ഓവർകം ശരിയാണ്. വി ഷാൾ ഓവർകം രണ്ടും സെയിം ആണ്. നമ്മൾ തോക്കില്ല. വി ഷാൾ നോട്ട് ഫെയിൽ. നമ്മൾ തോക്കില്ലായിരിക്കും. വി ഷാൾ നോട്ട് ഫെയിൽ. ഷാൾ വി ഡാൻസ്. നമുക്ക് ഡാൻസ് ചെയ്യാം. ഷാൾ വി ഡാൻസ്. ഒരു ഫോർമലായിട്ട് ചോദിക്കാൻ, ഒരു ഓഫറിനെ കൊടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? ഷാൾ.
നെക്സ്റ്റ് വൺ ഷുഡ്. ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു കടമ കാണിക്കാനാണ് അത് ഉപയോഗിക്കുന്നത്. ഷുഡ്. യു ഷുഡ് ഈറ്റ് ഫ്രൂട്ട്സ്. നീ എന്ത് കഴിക്കണം? ഉറപ്പായിട്ടും നീ എന്ത് കഴിച്ചേ പറ്റുള്ളൂ? ഫ്രൂട്ട്സ് കഴിക്കണം. അഡ്വൈസ് ആണ്, അത് ഡ്യൂട്ടി ആയിട്ട് പറയാണ്. യു ഷുഡ് ഈറ്റ് ഫ്രൂട്ട്സ്. ഇപ്പം ജങ്ക് ഫുഡ് കഴിക്കരുത് എങ്ങനെ പറയും? യു ഷുഡിന്റ് ഈറ്റ് ജങ്ക് ഫുഡ്. യു ഷുഡ് നോട്ട് ഈറ്റ് ജങ്ക് ഫുഡ്. നിന്നെ എനിക്കിപ്പോ വിളിക്കാമോ? ഷുഡ് ഐ കോൾ ഹിം? അല്ലെങ്കിൽ അവനെ എനിക്കിപ്പോ വിളിക്കാമോ? ഷുഡ് ഐ കോൾ ഹിം നൗ? അല്ലെങ്കിൽ ഷുഡ് ഐ കോൾ യു നൗ? തീർച്ചയായിട്ടും എനിക്കിപ്പോ നിന്നെ വിളിക്കാമോ? ഷുഡ് ഐ കോൾ ഹിം നൗ? ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. വിൽ. നിങ്ങൾക്കൊക്കെ അറിയാം, ഫ്യൂച്ചർ സർട്ടനിറ്റിയെ കാണിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. വിൽ. ഞാൻ നിന്നെ സഹായിക്കാം. ഐ വിൽ ഹെൽപ്പ് യു. തിരിച്ചാണെങ്കിലോ ഐ വോണ്ട്. ഐ വിൽ നോട്ട് ഹെൽപ്പ് യു. ഐ വോണ്ട് ഹെൽപ്പ് യു. വിൽ യു ഹെൽപ്പ് മീ? നീ എന്നെ സഹായിക്കുമോ? സഹായിക്കില്ലേ? വോണ്ട് യു ഹെൽപ്പ് മീ? ഫ്യൂച്ചർ സർട്ടനിറ്റിയെ കാണിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. വിൽ. ഇതെല്ലാം നമ്മുടെ നിത്യജീവിതത്തിലെ കോൺവെർസേഷനകത്ത് വരും. സ്പീക്കിങ്ങിനകത്ത് ഇതെല്ലാം ഉൾപ്പെടും. പിന്നെ വുഡ്. പൊളൈറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത് ചോദിക്കുന്നത്. കുറച്ചുകൂടെ പൊളൈറ്റ് ആയിട്ട് ചോദിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. വുഡ്. ഐ വുഡ് ലൈക്ക് എ കപ്പ് ഓഫ് ടീ. എനിക്കൊരു ഗ്ലാസ് ചായ വേണം. ഐ വുഡ് ലൈക്ക് എ കപ്പ് ഓഫ് ടീ. തിരിച്ച് ഐ വുഡ് നോട്ട് ലൈക്ക് കോഫി. എനിക്ക് കോഫി വേണ്ട. ഐ വുഡ് നോട്ട് ലൈക്ക് കോഫി. ദെൻ വുഡ് യു ലൈക്ക് സം ടീ? നിനക്ക് കുറച്ച് കാപ്പി വേണോ അല്ലെങ്കിൽ ചായ വേണോ? വുഡ് യു ലൈക്ക് സം ടീ? നിനക്ക് ചായ ഇഷ്ടമാണോ? വുഡ് യു ലൈക്ക് സം ടീ? നെക്സ്റ്റ് മസ്റ്റ്. ഒരു നെസസിറ്റി അല്ലെങ്കിൽ സ്ട്രോങ് ഒബ്ലിഗേഷൻ. ഇന്ന് ചെയ്തേ പറ്റൂ എന്ന് കാണിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. മസ്റ്റ്. യു മസ്റ്റ് വെയർ എ ഹെൽമെറ്റ്. നീ ഹെൽമെറ്റ് ധരിക്കണം. യു മസ്റ്റ് ചെയ്യണം. ഇവിടെ പുകവലിക്കാൻ പാടില്ല. യു മസ്റ്റ് നോട്ട് സ്മോക്ക് ഹിയർ. നീ ഇവിടെ പുകവലിക്കാൻ പാടില്ല. മസ്റ്റ് ഐ പേ നൗ? ഞാൻ ഇപ്പൊ തന്നെ നൽകണമോ? ഉറപ്പായിട്ടും ഞാൻ ഇപ്പൊ അടയ്ക്കണമോ പൈസ? മസ്റ്റ് ഐ പേ നൗ? അപ്പൊ സ്ട്രോങ് ഒബ്ലിഗേഷനെ കാണിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. മസ്റ്റ്. നെക്സ്റ്റ് വൺ ought to. അത് മോറൽ ഡ്യൂട്ടിയാണ്, നമ്മുടെ ധാർമ്മികമായിട്ടുള്ള കടമ. മോറൽ ഡ്യൂട്ടി. ought to. We ought to respect elders. നമ്മൾ മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യണം. We ought to. കുട്ടികളെ ഷുഡ്, ought to, മസ്റ്റ് സെയിം. പക്ഷെ ഓരോ ചെറിയ വ്യത്യാസം അവിടെ ഉണ്ട്. അത് കമ്പാരിറ്റീവ് സ്റ്റഡി ആയിട്ട് പിന്നെ നമുക്ക് പഠിക്കാം. ഇപ്പൊ ഞാൻ മോഡൽസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി തരുന്നേ ഉള്ളൂ. ഓക്കെ. ought to, മോറൽ ഡ്യൂട്ടി. We ought to respect elders. നമ്മൾ മറ്റുള്ളവരെ ചതിക്കരുത്. We ought not to cheat others. മറ്റുള്ളവരെ വഞ്ചിക്കരുത്. We ought not to cheat others. ought be to help him. നമുക്ക് അവനെ സഹായിക്കണ്ടേ? ought be to help them അല്ലെങ്കിൽ help him. അവനെ സഹായിക്കേണ്ടത് നമ്മുടെ ധാർമ്മികമായിട്ടുള്ള കടമയല്ലേ? ought be to help him. Okay. Then need. നെസസിറ്റി, ആവശ്യകത. നീ നന്നായിട്ട് പഠിച്ചേ പറ്റുള്ളൂ. യു നീഡ് ടു സ്റ്റഡി ഹാർഡ്. യു നീഡ് ടു സ്റ്റഡി ഹാർഡ്. യു നീഡ് നോട്ട് വറി. നീ ദുഃഖിക്കേണ്ട അല്ലെങ്കിൽ സങ്കടപ്പെടേണ്ട കാര്യമില്ല, ആവശ്യമില്ല. യു നീഡ് നോട്ട് വറി. ഓക്കെ. നീഡ് ഐ കം ടുമോറോ? ഞാൻ നാളെ വരേണ്ട ആവശ്യമുണ്ടോ? നീഡ് ഐ കം ടുമോറോ? ഓക്കെ. നെക്സ്റ്റ് വൺ ഡെയർ. കറേജ് അല്ലെങ്കിൽ ചലഞ്ച്, ധൈര്യം കാണിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഡെയർ. DARE. ഹി ഡെയർ സ്പീക്ക് ദ ട്രൂത്ത്. അവന് സത്യം പറയാൻ ധൈര്യമുണ്ട്. ഹി ഡെയർ സ്പീക്ക് ദ ട്രൂത്ത്. അതായത് ഹി ഡെയർസ് ടു ടെൽ ദ ട്രൂത്ത്. ഹി ഡെയർ നോട്ട് ലൈക്ക് ടു മീ. എന്നോട് നുണ പറയാൻ അവന് ധൈര്യം ഇല്ലായിരുന്നു. ഹി ഡെയർ നോട്ട് ലൈക്ക് ടു മീ. അല്ലെങ്കിൽ ഹി ഡെയർസ് നോട്ട് ലൈക്ക് ടു മീ. രണ്ടും ഉപയോഗിക്കാം. ഡെയറും ഡെയർസും പറയാം. ഡെയർ ഹി ഫൈറ്റ് വിത്ത് മീ. എന്നോട് അടികൂടാൻ അല്ലെങ്കിൽ ഇടികൂടാനായിട്ട് ധൈര്യമുണ്ടോ? ഡെയർ ഹി ഫൈറ്റ് വിത്ത് മീ. അല്ലെങ്കിൽ ഡസ് ഹി ഡെയർ ടു ഫൈറ്റ് വിത്ത് മീ. എങ്ങനെയും ചോദിക്കാം. ഡസ് ഹി ഡെയർ ടു ഫൈറ്റ് വിത്ത് മീ. ഓക്കെ. അതായത് സബ്ജക്റ്റിനനുസരിച്ച് അത് മാറുന്നില്ല. ഡെയർസ് ചേർത്താൽ അവിടെ കുഴപ്പമില്ല. അടുത്ത യൂസ് ടു. എപ്പോഴും കുട്ടികൾക്ക് തെറ്റുന്നതാണ്. യൂസ് ടു എന്നുള്ളത് കുട്ടികൾ പതിവായി എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും.
ശരിക്കും യൂസ് ടു അങ്ങനെയല്ല ഉപയോഗിക്കുന്നത്, പതിവായിയാണ്. പക്ഷെ എവിടെയാണ് പാസ്റ്റ് ഹാബിച്വൽ ആക്ഷനെ കാണിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. യൂസ്ഡ് ടു, ഐ യൂസ് ടു ഗോ എന്നൊക്കെ കുട്ടികൾ പറയും. അങ്ങനെയല്ല, അവിടെ പാസ്റ്റ് ഹാബിച്വൽ ആക്ഷനെ കാണിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. യൂസ് ടു. ഞാൻ പതിവായി ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നു എല്ലാ ദിവസവും. ഐ യൂസ് ടു പ്ലേ ക്രിക്കറ്റ് എവറി ഡേ. ഐ യൂസ് ടു പ്ലേ ക്രിക്കറ്റ് എവറി ഡേ. ഐ ഡിഡിൻറ്റ് യൂസ് ടു പ്ലേ ഫുട്ബോൾ. ഞാൻ ഫുട്ബോള് സാധാരണയായിട്ട് കളിക്കാറില്ലായിരുന്നു. അല്ലെങ്കിൽ ഐ ഡിഡിൻറ്റ് പ്ലേ ഫുട്ബോൾ എന്നുള്ള അർത്ഥമാണ്. ഐ ഡിഡിൻറ്റ് യൂസ് ടു പ്ലേ ഫുട്ബോൾ. ഡിഡിൻറ്റ് വരുമ്പോൾ പിന്നെ യൂസ്ഡ് വരത്തില്ല, യൂസ് ടു. ഡിഡ് യൂസ് ആണ്, യൂസ്ഡ്. ഡിഡ് യു യൂസ് ടു പ്ലേ ക്രിക്കറ്റ്? നീ ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ കുട്ടിക്കാലത്ത് ഞാൻ മരത്തിൽ കയറുമായിരുന്നു. ഐ യൂസ് ടു ക്ലൈംബ് ഓൺ ട്രീസ് ഇൻ മൈ ചൈൽഡ്ഹുഡ്. അപ്പൊ പാസ്റ്റ് ഹാബിച്വൽ ആക്ഷനെ കാണിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. യൂസ് ടു. ഓക്കെ. അപ്പം 13 മോഡൽസ്: ക്യാൻ, കുഡ്, വിൽ, വുഡ്, ഷാൽ, ഷുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഡെയർ, നീഡ്, യൂസ് ടു, ഓട്ട് ടു. നമ്മുടെ ജീവിതത്തിലെ മോഡൽസ് മേക്ക് അവർ ഇംഗ്ലീഷ് നാച്ചുറൽ, പൊളൈറ്റ് ആൻഡ് പവർഫുൾ. ക്ലാസ് എല്ലാവർക്കും ഉപയോഗപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു. Mentor School of English, the Pioneer Institute in Wycombe for IELTS, OET, German and PTE.